മഹാത്മാഗാന്ധിയെ പ്രകീർത്തിച്ച RSS. ഗാന്ധിജി നൽകിയ സംഭാവനകൾ വലുതെന്ന് RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത്. ഗാന്ധിജി അനീതിയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിച്ചു എന്നും വിജയദശമി റാലിയിലാണ് മോഹन भागवत ने गांधी स्तुति. 2 अक्टूबर है, इसलिए स्वर्गीय महात्मा गांधी जी की भी जयंती है. अपने स्वातंत्र्य की लड़ाई में उनका योगदान तो अविस्मरणीय है और सादगी, विनम्रता और प्रामाणिकता के प्रतीक और जिन्होंने देश के लिए अपने प्राण अर्पण किए. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, RSSന്റെ സർസംഘ് ചാലക് ഗാന്ധി സ്തുതി നടത്തുകയാണ്. RSSന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ കൂടി ഈ ദിവസം തുടങ്ങുകയാണ്. അതിന്റെ പേരിലുള്ള നാണയം പുറത്തിറക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായ വിമർശനങ്ങൾ കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്ന് മോഹൻ ഭാഗവതിന്റെ പ്രതികരണം കൂടി വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രസക്തി എത്രത്തോളമാണ്? മാധു, തീർച്ചയായും രാഷ്ട്രീയ പ്രസക്തി വളരെ വലുതാണ്. പ്രത്യേകിച്ചും RSS അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നാഗ്പൂരിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെയാണ് മോഹൻ ഭാഗവത് സംസാരിക്കുന്നത്. ഇന്ന് ഗാന്ധി ജയന്തിയാണ്, അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ച ദിവസമാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി ഈ നാണയവും അതുപോലെ സ്റ്റാമ്പും പുറത്ത് ഇറക്കിയതിന് ശേഷം തന്നെ വിവാദങ്ങൾക്കെല്ലാം തന്നെ തുടക്കമായിരുന്നു. 100 രൂപയുടെ കോയിനായിരുന്നു എല്ലാം പുറത്തിറക്കിയത്. അതിന് പിന്നാലെ ഈ കേന്ദ്ര സർക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തുന്നതും അതിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി വരുന്നതും ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനമായി എല്ലാം തന്നെ ഉയർത്തുന്നുമുണ്ട്. നിലവിൽ എന്തായാലും ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആകെത്തുകയിൽ ഇപ്പോൾ നിലവിൽ ലോകത്ത് നിൽക്കുന്ന സാഹചര്യവും എല്ലാം അദ്ദേഹം മോഹൻ ഭാഗവത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉയർത്തുന്നുണ്ട്. അതിൽ ഡൊണാൾഡ് ട്രംപിനെതിരെയും എല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സമീപകാലത്ത് ഇപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും അടക്കം ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അതടക്കം ഉയർത്തിക്കാട്ടിയാണ് നേതാക്കൾ താഴെത്തട്ടിലുള്ള ജനങ്ങളോട് അകലം പാലിക്കുന്നത് വലിയ രീതിയിലുള്ള അതൃപ്തിക്ക് കാരണമാകുമെന്നുള്ളൊരു വിമർശനം കൂടി അത് രാഷ്ട്രീയ തലത്തിൽ പോലും വേണമെങ്കിൽ അതിനെ നോക്കിക്കാണാവുന്നതാണ്. എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിൽ ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് നേപ്പാളും ബംഗ്ലാദേശും ഒക്കെയാണ്. ഒരിക്കലും ആ രീതിയിൽ, അതായത് ആളുകളോട് അകലം പാലിച്ച് നിൽക്കരുത് രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള കാര്യം പറയുന്നു. അതിനെതിരെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകരുത് എന്നുള്ളൊരു ഉപദേശം കൂടിയാണ് എന്തായാലും മോഹൻ ഭാഗവത് മുന്നോട്ട് വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ട്രംപിൻ്റെ താരിഫ് അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഏത് രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഈ വിജയദശമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗത്തിൽ, മാത്രമല്ല RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്കിടയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വരുന്നത്. അതിനിടയിൽ അദ്ദേഹം ഇതെല്ലാം ചർച്ചയാക്കുക കൂടി ചെയ്യുന്നുണ്ട്.